വോട്ടർമാരായ ജനങ്ങളെ ആക്ഷേപിച്ച് സിപിഎം നേതാവും മുൻ മന്ത്രിയുമായ എം എം മണി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ശേഷം ജനങ്ങൾ നന്ദികേട് കാണിച്ചുവെന്നാണ് എം എം മണിയുടെ ഇന്നത്തെ പ്രതികരണം. പിന്നാലെ ന്യായീകരിച്ച് സംസ്ഥാന സെക്രട്ടറിയും രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞതാണെന്നാണ്, ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുമാണ് എം വി ഗോവിന്ദന്റെ പ്രതിരോധം. നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ നിങ്ങൾ. അങ്ങനെയൊന്നും എം എം മണി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അത് അദ്ദേഹം പറഞ്ഞത്. അത്രേ കാണും. അതിനാണ് അത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് വേറൊരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ പറഞ്ഞതായി കണ്ടാൽ മതി. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്. അവരുടെ വീട്ടിൽ നിന്നല്ല ഇപ്പോൾ ഔദാര്യം കൊടുക്കുന്നത്, സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്നാണ്. എന്നിട്ട് അവർ പറയുകയാണ് അവരുടെ ഔദാര്യം കൈപ്പറ്റി ശാപ്പാട് കഴിച്ചിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്താണ് ഇതെല്ലാം. എന്നിട്ട് അവർക്കിട്ട് തിരിച്ചിട്ട് പണി കൊടുത്തു എന്ന് പറയുന്നത് CPM നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ്.